ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് അൽ ഫിത്നത്തുൽ കുബ്ര എന്ന് പറയുന്ന ഏറ്റവും വലിയ ഫിത്ന ഉണ്ടായത്. ഇസ്ലാമിക ലോകത്തെ അറിയപ്പെട്ട ഏറ്റവും വലിയ ഫിത്നയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് നിയോഗിച്ചിരുന്ന ഗവർണർമാരുടെ പേരിൽ ജൂതന്മാർ കൊണ്ടുവന്ന അഴിമതി ആരോപണത്തെ ചില മുസ്ലിങ്ങൾ വിശ്വസിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഇസ്ലാമിക ലോകത്തിന്റെ അതിർത്തി കുറെ വ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളിലും അസിസ്റ്റന്റുമാരെ നിയമിച്ചു, ഗവർണർമാർ. അവർക്കെതിരെ ജൂതന്മാര് സാമ്പത്തികമായ അഴിമതി ആരോപണം ഉന്നയിച്ചു. അത് ശരിയാണെന്ന് വിശ്വസിച്ച ചില മുസ്ലിങ്ങളും അവരുടെ കൂടെ കൂടി. അതിൽ പ്രധാനമായി ഉണ്ടായിരുന്നത് പട്ടാളക്കാരായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാളക്കാര് രണ്ട് വിഭാഗമായി. പട്ടാളക്കാരിൽ നിന്ന് ഒരു വിഭാഗം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെത് പോലെ ഒരു എഴുത്തുണ്ടാക്കി എല്ലാവരും മദീനയിലേക്ക് വരണമെന്ന് കത്തയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അയക്കുന്നത് പോലെ മദീനക്കാരിലെ മുഴുവനായും പട്ടാളക്കാർ മുഴുവനും മദീനയിൽ വരുമ്പോ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുക, ആ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് അടിച്ച് പിരിയ എന്നതായിരുന്നു പദ്ധതി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഗവർണർമാരെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആൾക്കാർ വന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഗവർണർമാരെ മാറ്റുന്നതിന്റെ മുമ്പ് ആരോപണങ്ങളുടെ സത്യാവസ്ഥ അറിയണം, അത് പരിശോധിക്കണം, കുറ്റാരോപിതരായ ആളുകളെ വിചാരണ നടത്തണം, അതിനുശേഷമേ തീരുമാനമെടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഉസ്മാൻ റളിയല്ലാഹു അൻഹു. വന്ന ആൾക്കാർ പറഞ്ഞു, ഇനി ചോദിക്കാനൊന്നുമില്ല, ഞങ്ങൾ ചോദിച്ചിട്ട് തന്നെയാണ് വരുന്നത് എന്ന് പറഞ്ഞു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല, എനിക്കെന്നെ ചോദിക്കണം, ചോദിച്ചിട്ട് കുറ്റം ആരോപിക്കപ്പെട്ട കുറ്റം തെളിയാണെങ്കിൽ തീരുമാനമെടുക്കാന്ന് പറഞ്ഞു. വന്ന ആൾക്കാർ പറഞ്ഞു, അതൊന്നും പറ്റൂല, ഇപ്പൊ തന്നെ തീരുമാനമാണ്, അല്ലെങ്കിൽ ജനബോഡി നടക്കാൻ അയക്കൂല എന്ന് പറഞ്ഞു. നമ്മളാരപ്പാ? ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഒപ്പം സമസ്തക്കാര്. സമസ്തയുടെ സംഘടനക്കാണ് 100 കൊല്ലം, സമസ്തയുടെ ആദർശത്തിനും ആശയത്തിനും 100 കൊല്ലം അല്ല, അത് 15 നൂറ്റാണ്ടാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു സയ്യിദുത് താബഈൻ മഹാനവറുകളുടെ കാലം വന്നു. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ തന്നെയായിരുന്നു മുഅ്തസിലിയാക്കളുടെ നേതാവ്, പിഴച്ച വിശ്വാസക്കാർ, മുജസ്സിമത്തിന്റെ അനന്തരാവകാശികൾ, അള്ളാഹ്ക്ക് തടിയുണ്ട് എന്ന് വാദിക്കുന്ന ആൾക്കാർ. ബഹുമാനപ്പെട്ട സയ്യിദുന ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു ശിഷ്യനെ എതിർത്തു. ശിഷ്യനെ ദർസിൽ നിന്നൊഴിവാക്കി, നമ്മളെ തൊട്ട് ഒഴിവായി പോകണമെന്ന് നിർദ്ദേശിച്ചു. അതാണ് അവർക്ക് മുഅ്തസിലിയാക്കൾ എന്ന് പേരുണ്ടാവാൻ കാരണം. അതിൻ്റെ ഒപ്പം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. സമസ്തക്കാരപ്പാന്ന് ചോദിച്ചാൽ ഹസനുൽ ബസരിന്റെ ഒപ്പാണ് അന്ന് നിന്നത്. സംഘടനക്കാണ് 100 കൊല്ലെന്ന്, ആദർശത്തിന് 15 നൂറ്റാണ്ടുണ്ട് എന്ന്. അതാ ഞാൻ പറഞ്ഞത്. അവസാനത്തെ സ്വഹാബി മരണപ്പെടുന്നത് ഹിജ്റ 100-ലാണ്. സഹാബത്ത് ഒരുപാട് കാലം ജീവിച്ചു. ഹിജ്റ 100-ൽ അവസാനത്തെ സ്വഹാബി മരിച്ചോടുകൂടി സ്വഹാബത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. താബികളുടെ കാലഘട്ടമാണ് പിന്നീടുള്ളത് 100 കൊല്ലം. താബികളുടെ കാലഘട്ടത്തിൽ നമ്മൾ താബിങ്ങളുടെ കൂടെയാണ്. അത് കഴിഞ്ഞ് തബഉ താബിങ്ങളുടെ കാലം വന്നു, നമ്മൾ അവരുടെ കൂടെയാണ്. ഹിജ്റ 300-ന് മുമ്പായി ലോകത്ത് ഫിഖ്ഹ് സ്ഥിരപ്പെട്ടു, 4 മദ്ഹബുകൾ. ഹിജ്റ 300-ന് മുമ്പ്, 3 നൂറ്റാണ്ടിന് മുമ്പ് സ്ഥിരപ്പെട്ടതാണ് കർമ്മശാസ്ത്രം, ഫിഖ്ഹ്. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹനീഫത്തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലം, മാലിക് ഇമാമിന്റെ കാലം, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലം. ഹിജ്റ 300-ന് മുമ്പാണ്. 4 മദ്ഹബൊന്നും അല്ല ഉണ്ടായിരുന്നത്, 10ഓളം മദ്ഹബ് ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാ 4ആയത്? മദ്ഹബ് എന്തേ 4ആക്കിയത് എന്ന് ആലോചിച്ചു എന്നാളൊരാള്. മദ്ഹബ് 4ആക്കിയതല്ല, 4ആയതാണ്. പെണ്ണുങ്ങളിൽ നിന്ന് എന്തേ മുത്തലക്ക് മുജ്തഹിദ് ഉണ്ടാവാറുന്നതെന്ന് ചോദിച്ചു. ഉണ്ടാകണേന് നമുക്ക് എതിരൊന്നുമില്ല, ഉണ്ടായില്ല, ഇരുമ്പ് എന്താ കാട്ടുക? സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്നൊരു മുജ്തഹിദ് ഉണ്ടാകണേന് നമുക്ക് എതിർപ്പൊന്നുമില്ല, ഉണ്ടാകാൻ പാടില്ല എന്ന് നിയമം ഇസ്ലാമിലില്ല.
ഉണ്ടാകാത്തതിന് എന്താ കാട്ടുക? ഉണ്ടായിട്ടില്ല, അതിനിപ്പോൾ എന്താ കാട്ടുക? അതാണ് സംഗതി. അപ്പൊ 4 മദ്ഹബല്ല, മദ്ഹബ് വേറെ ഉണ്ടായിരുന്നു. ദാവൂദുല്ലാഹിരിയുടെ മദ്ഹബ് ഉണ്ടായിരുന്നു, അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് ഉണ്ടായിരുന്നു, ഇമാം ജാഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹബ് ഉണ്ടായിരുന്നു. പക്ഷെ സ്വീകരിക്കാൻ പാടില്ലാത്തതായി പലതിനും പല കാരണമാണ്. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ മദ്ഹബ് സ്വീകരിക്കാൻ പാടില്ലാത്തതിന്റെ കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയല്ലാത്തതിനാൽ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല. എന്തുകൊണ്ടായിരിക്കും കർമ്മശാസ്ത്രം ആദ്യം ക്രോഡീകരിക്കപ്പെട്ടത്? അതെല്ലാവർക്കും ആവശ്യമുള്ളതാണ്, മറ്റേത് അങ്ങനെ എല്ലാവർക്കും ആവശ്യമുള്ളതല്ല എന്നുള്ളതാണ് കാരണം. ഫിഖ് എല്ലാ മനുഷ്യനും ആവശ്യമുണ്ട്. കച്ചവടം ചെയ്യാനും ഫിഖ് വേണം, നിസ്കരിച്ചാനും ഫിഖ് വേണം, ഉംറക്ക് പോകാനും ഫിഖ് അറിയണം, അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും വഅദറിയാനും വേണം ഫിഖ് അറിയാം, ഉംറക്ക് പോകാനും വേണം ഫിഖ് അറിയാം, എല്ലാ വിഷയങ്ങൾക്കും ഫിഖ് അറിയണം. അതുകൊണ്ടാണ് എല്ലാവർക്കും ആവശ്യമുള്ളത് കൊണ്ട് ആദ്യം സ്ഥിരീകരിക്കപ്പെടുന്നത് കർമ്മശാസ്ത്രമാണ്, ഫിഖ് ആണ്. അബ്ദുല്ലാഹിൽ ഇബാദിന്റെ വിശ്വാസം ശരിയല്ലാത്തതിനാൽ കർമ്മം സ്വീകരിക്കാൻ പാടില്ല എന്ന് അന്നത്തെ കാലത്ത് അയിമ്മത്ത് വിധി എഴുതി. ലോകത്തിന്റെ പല ഭാഗത്തും ഇബാദിയാക്കളുണ്ട്, യൂറോപ്പിലുണ്ട്, അതുപോലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്, അറബ് രാജ്യങ്ങളിൽ ഒമാനിലുണ്ട് ഇബാദിയാക്കൾ എന്ന് പറഞ്ഞ ആൾക്കാർ. മഴ പെയ്താലും ജമ്മാക്കും, വെയിലറിച്ചാലും ജമ്മാക്കും, ആശുപത്രിക്ക് പോകേണ്ടി വന്നാലും ജമ്മാക്കും, സമ്മേളനം ഉണ്ടായാലും ജമ്മാക്കും, അങ്ങനെ എല്ലാത്തിനും ജമ്മാക്കും. അങ്ങനത്തെ ആൾക്കാർ നിസ്കാരം അധികം ജമ്മാക്കിയിട്ട് നിസ്കരിക്കുക ഇബാദിയാക്കൾ. അവർ മുബ്തദീകളാണെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ പറയുന്നത്. കാരണം അബ്ദുല്ലാഹിൽ ഇബാദിന്റെ വിശ്വാസം ശരിയല്ലാത്തതിനാൽ അയാളുടെ കർമ്മശാസ്ത്രം സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ ഓരോരുത്തർക്കും പ്രശ്നമാണ്. ദാവൂദുല്ലാഹിരി റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്, മഹാനവറുകൾക്ക് മദ്ഹബുണ്ട്, സ്വീകരിക്കാൻ പറ്റൂല. എന്തുകൊണ്ട്? അത് മുഴുവല്ല, ചില വിഷയങ്ങളിൽ മാത്രമേ അഭിപ്രായമുള്ളൂ. ഇമാം ജാഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ മൂപ്പര് മദ്ഹബ് സ്വീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോയെന്നറിയില്ല. നമ്മളെല്ലാവരും ഷാഫി മദ്ഹബുകാരാണ്, നമുക്ക് എല്ലാവരും ഷാഫി മദ്ഹബുകാരാണെന്നുള്ള അഭിപ്രായക്കാരല്ല നമ്മൾ. പിന്നെ 4-ാലൊരു മദ്ഹബുകാരാവണം എന്നുള്ള അഭിപ്രായമാണ്. എന്താ കാരണം? 4 ശരിയുള്ളൂ, 5-ാമത്തെ തെറ്റാണ്, അതുകൊണ്ട് 4 പറ്റുള്ളൂ. നമ്മളാൾക്കാരാവണം എന്നല്ല, ഹക്കിന്റെ അഹ്ലുകാരാവണം എന്നാണ്. നമ്മളാൾക്കാരാണാവേണ്ടത് വെച്ചാൽ എല്ലാവരും ഷാഫി മദ്ഹബ് ആവണം എന്നല്ല പറയല്. സമസ്തന്റെ ഭരണഘടന മുതൽ നമ്മളെ പള്ളിന്റെ ഭരണഘടന, നമ്മളെ മദ്രസിന്റെ ഭരണഘടന ഒക്കെ പരിശോധിച്ച് നോക്കി, അതിലൊക്കെ ഉണ്ടാവും ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി തുടങ്ങി 4-ാലൊരു മദ്ഹബ് സ്വീകരിച്ചവരായിരിക്കണം എന്ന്. ഷാഫി മദ്ഹബുകാരായിരിക്കണം എന്നല്ല, നമ്മളാളാവണം എന്നല്ല, സത്യത്തിന്റെ ആൾക്കാരാവണം എന്നാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ എന്നതാണ്. അതുകൊണ്ടാണ് 4-ായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം. ശരിയാവാൻ പറ്റുള്ളൂ, തെറ്റാവാൻ പാടില്ല. തെറ്റിന്റെ കൂടെ നിൽക്കാൻ പാടില്ല, ശരിയുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നതാണ് കാര്യം.